നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ത്രിവർണ്ണ പതാകയ്ക്ക് ഇന്ന് 60 വയസ്സ് തികയുന്നു. സമസ്ത രൂപവൽക്കരണ കാലത്ത് ഉയർത്തിപ്പിടിച്ച ആദർശത്തെ പ്രതിനിധാനം ചെയ്യുന്ന പതാക ഇന്ന് സമുന്നത നേതാക്കൾ 100ാം വാർഷിക പ്രഖ്യാപന നഗരിയിൽ ഉയർത്തുമ്പോൾ അത് മറ്റൊരു ചരിത്ര നിയോഗമായി മാറും. 1963 ഡിസംബർ 29-ന് കാസർഗോഡ് തളങ്കര മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളിയിൽ ചേർന്ന സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിലായിരുന്നു ആദ്യമായി പതാക അംഗീകരിച്ചത്. ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ അന്ന് ഉപയോഗിച്ചിരുന്ന പതാകയിൽ നിന്ന് ലിപികൾ ഒഴിവാക്കി നേരിയ ഭേദഗതികളോടെ ഇന്ന് കാണുന്ന പതാക സമസ്ത സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് SYSം ഔദ്യോഗിക പതാകയായി ഇതിനെ ഏറ്റെടുത്തതോടെ ജനകീയമായി. സമസ്തയുടെയും കേരള മുസ്ലിം ജമായത്തിൻ്റെയും SYSൻ്റെയും സ്ഥാപക ദിനങ്ങളിൽ ഈ പതാകയാണ് ഉയർത്താറുള്ളത്. സുന്നി സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളിലും ആഘോഷങ്ങളിലും നബിദിന റാലികളിലും ഈ പതാക തന്നെയാണ് ഉപയോഗിക്കുക. 60 ആണ്ട് മുമ്പ് പതാക രൂപപ്പെടുത്തിയ പ്രദേശത്ത് തന്നെയാണ് 100ാം വാർഷിക പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട് ഇന്നത്തെ ചടങ്ങിന്. ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗറിൽ സമസ്ത 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് 4-നാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. ജുമായ്ക്ക് ശേഷം 100 വീതം പണ്ഡിതരും ഉമറാക്കളും മുതല്ലിമുകളും തളങ്കരയിൽ ഒത്തുകൂടി പതാക ഏറ്റുവാങ്ങും. മുൻകാല സമസ്ത സാരഥികളുടെ മസാറുകളിലൂടെ കൊണ്ടുവന്ന പതാക മാലിക് ദീനാർ മക്കാം സിയാറത്തിനു ശേഷം ഫ്ലാഗ് മാർച്ച് നടക്കും. തുടർന്ന് സയ്യദിയിൽ നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ മക്കാമിലെത്തിക്കും. അവിടെ നിന്ന് മാർച്ചായി ചട്ടാഞ്ചലിയിലെത്തിയാകും സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക.